വെൽക്കം ബാക്ക് ടു അംബ്രലീസ സ്റ്റോറീസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോസേഫിനെ കുറിച്ചുള്ള കഥയാണ്. യാക്കോബ് എന്ന ആൾക്ക് 12 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു യോസേഫ്. യോസേഫിനെ യാക്കോബ് മറ്റെല്ലാ മക്കളെക്കാളും അധികമായി സ്നേഹിച്ചിരുന്നു. അതുമൂലം സഹോദരന്മാർക്ക് യോസേഫിനോട് അസൂയയുണ്ടായിരുന്നു. കൂടാതെ യാക്കോബ് യോസേഫിന് ഒരു പ്രത്യേക നിലയെങ്കി ധരിപ്പിച്ചു കൊടുത്തു. യോസേഫിൻ്റെ സ്വപ്നങ്ങളിലും യോസേഫ് വലിയവനായി കാണപ്പെടുന്നത് കൊണ്ട് സഹോദരന്മാർക്ക് യോസേഫിനോട് വളരെ അസൂയയുണ്ടായിരുന്നു. അവർ യോസേഫിനെ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുമായിരുന്നു. ഒരു ദിവസം ആടുകളെ മേയ്ക്കുവാൻ സഹോദരന്മാർ ദൂരദേശത്തേക്ക് പോയി. അവരെ കാണാതെ വിഷമിച്ച യാക്കോബ് അവരെ അന്വേഷിച്ച് ചെല്ലുവാൻ യോസേഫിനെ പറഞ്ഞയച്ചു. സഹോദരന്മാരെ തേടിച്ചെന്ന യോസേഫിനെ കണ്ട സഹോദരന്മാർ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവർ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ യോസേഫിൻ്റെ മൂത്ത സഹോദരനായ രൂബേൻ ഒരു മനസ്സലിവ് തോന്നി. അദ്ദേഹം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, യോസേഫിനെ നമുക്ക് കച്ചവടക്കാർക്ക് വിറ്റുകളയാം. അങ്ങനെ വന്ന ഒരു മിദ്യാന്യ കച്ചവടക്കാർക്ക് യോസേഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. മിസ്രൈമിലെ അകമ്പടി നായകനായ പൊത്തിഫർ യോസേഫിനെ വാങ്ങി. അവിടെയും യോസേഫ് വളരെ വിശ്വസ്തനായി നിന്നു. പക്ഷേ പൊത്തിഫറിൻ്റെ ഭാര്യ യോസേഫിനെ പ്രലോഭിപ്പിച്ചു. അവിടെയും യോസേഫ് വിശ്വസ്തനായി നിന്നിരുന്നു. പക്ഷേ യോസേഫിനെ അവർ ജയിലിൽ അടച്ചു. അങ്ങനെ ജയിലിലായിരുന്നപ്പോൾ ഒരു പാനപാത്രവാഹകൻ്റെയും അപ്പക്കാരുടെ പ്രമാണിയുടെയും സ്വപ്നങ്ങളെ യോസേഫ് വിവരിച്ചു കൊടുത്തു. യോസേഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തിരികെ ജോലിയിൽ പ്രവേശിച്ച പാനപാത്രവാഹകരുടെ പ്രമാണി യോസേഫിനെ മറന്നു. എങ്കിലും അവിടുത്തെ രാജാവായിരുന്ന ഫറവോൻ്റെ സ്വപ്നത്തിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി രാജ്യം ആളുകളെ തിരഞ്ഞെങ്കിലും ആരെയും ലഭിച്ചില്ല. അങ്ങനെ പാനപാത്രവാഹകരുടെ പ്രമാണി യോസേഫിനെ ഓർത്തു. അങ്ങനെ ഫറവോ രാജാവ് യോസേഫിനെ വിളിപ്പിച്ചു. സ്വപ്നവും അർത്ഥവും യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ യോസേഫിൻ്റെ അർത്ഥം പോലെ തന്നെ അവിടെ സംഭവിക്കാൻ തുടങ്ങി. ഫറവോ രാജാവ് യോസേഫിനെ രാജാവ് കഴിഞ്ഞുള്ള